നമസ്കാരം. പെരികവന ശ്രീനാഥ് നമ്പൂതിരി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പുണർദ നക്ഷത്രം, പൂയ നക്ഷത്രം, ആയില്യം, ഈ 3 നക്ഷത്രങ്ങളാണല്ലോ. 2.25 നക്ഷത്രം ആണ് ഈ കർക്കിടകൂറിലെങ്കിൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയിലേക്കാണ് 11ാം ഭാവം, അതായത് ഭാഗ്യസ്ഥാനം, പുണ്യസ്ഥാനം, നിപുണസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന 11ാം ഭാവത്തിലാണ് രാശിവിശേഷം കൊണ്ട് വ്യാഴം സമാഗതനായിരിക്കുന്നത്. ആ ഒരു കാലഘട്ടം എന്നുള്ളത് പൂർത്തീകരിക്കേണ്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ധർമ്മശ്ച തപശ്ച മനശ്ച, എല്ലാം കൊണ്ടും മനസ്സിനൊരു ഐക്യതയും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊക്കെ ഈ ഒരു കണ്ടകശനി ദോഷത്തിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു സന്തോഷം. അതാണ് ഈ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീർന്നതായിട്ട് നമുക്ക് കാണാം. ഒരുവിധപ്പെട്ട സ്വസ്ഥ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. അതിപ്പോൾ വിഷുഫലത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വ്യാഴം 11ാം ഭാവത്തിലേക്ക് വന്നതോട് കൂടിയിട്ട് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി കൂടി ഈ കർക്കിടകൂറുകാർക്ക് കിട്ടുന്നുണ്ട്. അതിനെ കൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക ക്ലേശങ്ങളും നീങ്ങുന്നതായിട്ട് ആദ്യം തന്നെ കാണാം. എങ്കിൽ മാനസികമായിട്ടുള്ള ഉന്മേഷം പറഞ്ഞുവെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ ജീവിതത്തിൽ വളരെയധികം പുരോഗതി, വളരെയധികം ഒരു ഉന്മേഷവും ഇതുവരെ ഇല്ലാത്തതായ ഒരു പ്രത്യേകത, ഈ ശനിദോഷം കൊണ്ട് അടഞ്ഞിരുന്നതായ ഒരു വിഷമങ്ങളൊക്കെ ഒന്ന് മാറി വരുന്നതായി ഈ പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവർക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ പെട്ടിട്ടുള്ളവരാണെങ്കിൽ നിത്യനിദാന ജോലി ചെയ്യുന്ന അനവധി ആൾക്കാരാണ് അല്ലേ. നിത്യ ജോലികളിലായി കടകളിലായും അങ്ങനെ അനവധി ആൾക്കാർ, അതുപോലെ തന്നെ കർഷകരായിട്ടുള്ള അനവധി ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴം വളരെയധികം യോഗം എന്നുള്ളത് അവരെ സംബന്ധിച്ച് നിത്യജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യവും ഒരു ദൃഢതയും അവർക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നീങ്ങുന്നവർക്ക് വളരെയധികം പുരോഗതി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് പ്രകൃത്യ എന്നുള്ളതാണ് കർക്കിടകൂറുകാർക്ക് ഒരു വിശേഷം. എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ഐക്യത കൈവരുന്നതായിട്ടും പ്രണയ ജീവിതത്തിലും മറ്റും ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു അനുകൂല കാലം, അതായത് അതൊക്കെ വിവാഹ ജീവിതത്തിലേക്കും മറ്റും കടക്കാനുള്ള ഒരു സവിശേഷത കൂടി ഒരു കാലഘട്ടത്തിൽ കാണും. വിവാഹ വിഷയങ്ങളിലൊക്കെ ഒട്ടുമിക്ക കർക്കിടകൂറുകാർക്കും ഈ ശനിയുടെ ഒരു ചാരവശാല ദോഷം ഉണ്ടെങ്കിൽ തന്നെയും ഈശ്വരാധീനം ഉള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഏറെക്കുറെ എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക കല്യാണ വിഷയങ്ങളിലും മറ്റൊക്കെ തടസ്സമുള്ളവർക്കും അല്ലെങ്കിൽ സന്താന ക്ലേശങ്ങളുള്ളവരെ സംബന്ധിച്ചിട്ടൊക്കെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ തീർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അനുഭവസ്ഥരിലൂടെ. എങ്കിൽ ഈ ഒരു കാലഘട്ടം ഒന്നും കൂടി അതിലേക്ക് ഒട്ടുകൂടി ശ്രേഷ്ഠതയോടുകൂടി നീങ്ങുന്ന ഒരു കാലഘട്ടമായി മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ പൂർവീകമായ സ്വത്തുകൾ അല്ലെങ്കിൽ ഈ സുഹൃത സംബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പലതരത്തിലുള്ള ആചാരങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു യോഗം, അതോടൊപ്പം തന്നെ ആധ്യാത്മിക മേഖലയിൽ മനസ്സിനെ കൊണ്ട് എത്തിക്കാനുള്ള ഒരു ഉത്സാഹം ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടകൂറുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. തീർത്ഥാടനങ്ങൾ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും വിനോദയാത്രകളിൽ ഏർപ്പെടുന്നതിനൊക്കെ ഒരു കാലഘട്ടം, കുടുംബങ്ങളും ഒന്നിച്ച് സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യകടാക്ഷമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ, അതോടൊപ്പം തന്നെ ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നതിൽ കർക്കിടകൂറുകാർക്ക് ഈ ഒരു വർഷം വളരെയധികം സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ലോട്ടറി പോലുള്ളതിലും മത്സരങ്ങളിലും ഭാഗ്യ പരീക്ഷണങ്ങളിലൊക്കെ വളരെയധികം ഒരു അനുകൂല സ്ഥിതിയാണ് പുണർദം, പൂയം നക്ഷത്രങ്ങളെ സംബന്ധിച്ച്, ആയില്യം നക്ഷത്രങ്ങളെ സംബന്ധിച്ച് വളരെയധികം അനുകൂല സ്ഥിതി ഈ ഒരു വ്യാഴ സഞ്ചാരത്തിൻ്റെ ഒരു വർഷകാലം നമുക്കത് പറയേണ്ടിയിരിക്കുന്നു. അതായത് അനവധി സുഹൃതം കൊണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ഈശ്വരാധീനം കൊണ്ട് കിട്ടുന്ന സമ്പത്തുകളൊക്കെ വർദ്ധിക്കും. അതിൽ മുഖ്യമായിട്ടുള്ള സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ യശസ് വർദ്ധിക്കും, ബുദ്ധി വർദ്ധിക്കുന്നതായിട്ടൊക്കെ കാലഘട്ടത്തിനനുസരിച്ച്. എങ്കിൽ 50 വയസ്സിനു മേലെ മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവർ ആരോഗ്യ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. മുഖ്യമായി ഹൃദയ സംബന്ധപ്പെട്ട് അസുഖമുള്ളവരെ സംബന്ധിച്ചും ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖമുള്ളവരെ സംബന്ധിച്ചും ചർമ്മരോഗങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചും അല്പം അസുഖം മൂർച്ഛിക്കാനുള്ള ഒരു കാലഘട്ടവും കൂടിയായിട്ട് ഒന്നിതിനെ മനസ്സിലാക്കേണ്ടതും കൂടിയുണ്ട്. യഥാശക്തി ശനിക്ക് വേണ്ടുന്നതായ പരിഹാരാദി വഴിപാടുകൾ മുടങ്ങാതെ ചെയ്യുക എന്നുള്ളത് വളരെയധികം മുഖ്യമായി നിങ്ങളുടെ ചിന്തയിലുണ്ടാവുക. മുഖ്യമായി ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും അനവധി ആൾക്കാരാണ് ഇവിടെ വന്ന് നോക്കിയിട്ടും മറ്റും ഫോൺ വഴിയുമായി പറഞ്ഞ് നിർദ്ദേശാനുസരണം ചെയ്ത് അതിൽ നിന്നും മാറ്റം വരുന്ന 1-2 ആൾക്കാരല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനൊന്നും ഉത്സാഹം കാണിക്കില്ലായിരുന്നു. അനവധി ആൾക്കാരുടെ അനുഭവ സാക്ഷ്യം കൊണ്ടാണ് ഇത് പറയുന്നതിലുള്ള ഒരു ഉത്സാഹം എന്നും കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല ചാർത്തുന്നതും വെണ്ണ
ചാർത്തുന്നതും വടമാല നിവേദിക്കുന്നതും ഒക്കെ വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണ്. ദേശകാലത്തിനനുസരിച്ച് യഥാശക്തി നമ്മുടെ ദേശാചാരങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ശനിക്ഷേത്രത്തിലുള്ള വഴിപാടുകളൊക്കെ ശനികാരകങ്ങളായ ഈശ്വരന്മാർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് അനുവർത്തിക്കാൻ വേണ്ടി സാധിക്കാം. ഒപ്പം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ദേഹരക്ഷ നടത്തുന്നത്, ദേഹരക്ഷ ചെയ്യുന്നത്, അതായത് സുദർശന യന്ത്രം പോലുള്ളതോ മറ്റുള്ള കർമ്മശ്രേയസ്സിന് വേണ്ടിയിട്ടൊക്കെയുള്ള അഖിലവശ്യമായിട്ടുള്ള യന്ത്രങ്ങളും ഒക്കെ ധരിക്കുന്നത് വളരെയധികം ഈ ഒരു കാലത്തിൽ അതിൻ്റെ പൂർണ്ണ ഫലത്തെ കിട്ടും എന്നുള്ളതാണ് ഫലം. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും. അവർക്കൊക്കെ വീണ്ടും 100 കോടി സന്തോഷം അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.